നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ തൃത്താലയിലാണുള്ളത്. ഇവിടെ ചെറിയൊരു കുന്നും പ്രദേശം, അതിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ഒരു വായനശാലയുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഒരു വഴിയുമുണ്ട്. അതിലൂടെ പോയി കഴിഞ്ഞാൽ കുന്നിൻ്റെ മുകളിലെത്താം. മെയിൻ റോട്ടിൽ നിന്ന് കയറി വരുമ്പോഴേ ഒരു വായനശാല കാണാം. അതിൻ്റെ മുകളിലേക്ക് ഒരു വഴി കയറിപ്പോണ്ട്. അത് അങ്ങോട്ട് കയറിപ്പോയാൽ മതി. കുറച്ച് ദൂരം സിമെൻ്റ് ഇട്ടതും പിന്നെ മണ്ണിട്ട വഴിയാണ്. അങ്ങനെ നമ്മൾ വരുമ്പോൾ ജനശക്തി വായനശാല കണ്ടില്ലേ, അതിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് വന്ന് ഇതുപോലെ സിമെൻ്റ് ഇട്ട റോഡ് അവസാനിച്ചു. ജനശക്തിയുടെ അവിടെ നിന്ന് ഉള്ള സിമെൻ്റ് ഇട്ട റോഡ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ നമുക്ക് ബാക്കി ഈ മണ്ണിട്ട പാത കയറിയിട്ട് കുന്നിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. ചെറിയൊരു ഒറ്റടി പാതയാണ്. മയിലിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം. കയറിപ്പോയിക്കൊണ്ടിരിക്കട്ടെ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പോണ വഴിക്ക് ഒരു പന വീണ് എടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ മുന്നോട്ട് ഈ പൊന്തക്കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ സൈഡിൽ ചെറിയ ഗുഹ പോലെ കാണാണ്ട് കേട്ടോ. എന്ത് സംഭവം നോക്കട്ടെ. സംഭവം ചെറിയ ഗുഹന്നെ കേട്ടോ. ഉള്ളിലൊക്കെ മണ്ണ് വന്ന് തൂർന്നു. കണ്ട, രണ്ട് ഗുഹയുണ്ട് ചെറുത്. മുന്നോട്ട് പോകുമ്പോഴേ പാമ്പുണ്ടോന്ന് ശ്രദ്ധിക്കണം. നല്ലൊരു കുന്നിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി പ്ലേ ഗ്രൗണ്ടാന്ന് തോന്നുന്നു. ഗോൾ പോസ്റ്റ് കാണാണ്ട്, കളിക്കാരനൊന്നും കാണാനില്ല. വള്ളി കെട്ടിയിട്ടേ ബൗണ്ടറി മാർക്ക് ചെയ്തേക്കുക. എനിക്ക് തോന്നുന്നു ഫുട്ബോൾ മാത്രമല്ല ക്രിക്കറ്റും കളിക്കേണ്ടത് തോന്നുന്നു. ഇതിൻ്റെ മുകളിലെത്തിയാലേ ഇതുപോലെ ഫുട്ബോളിൻ്റെ ഗോൾ പോസ്റ്റും അതുപോലെ തന്നെ ഇത് ക്രിക്കറ്റ് പിച്ചും കാണാം. കളിക്കാർക്ക് വേണ്ടിയിട്ടേ ഗാലറിക്ക് പണിതുണ്ട്. അമ്പമ്പോ, ഇതാണ് ഗാലറി. ഈ മരത്തിൻ്റെ താഴെ, ഇവിടെ ഗ്രൗണ്ടിൻ്റെ താഴെ ഒരു റബ്ബറും കാടുണ്ട്. അവിടേക്ക് ഇറങ്ങിയ ഒരു അടിപൊളി കാഴ്ചയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇതിലൂടെയാണ് താഴത്തേക്ക് ഇറങ്ങണം കേട്ടോ. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആൾക്കാരെ അനുവാദമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങാം. ഇതാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ അത്ഭുതം. വേണ്ട, ഇതാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ള അത്ഭുതം. ഒരു ഗുഹ വേണ്ട. ഇവിടെ ചെറുതൊരെണ്ണുണ്ട്, പിന്നെ വലുത്. നമ്മൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോഴും ഇതുപോലെ ചെറിയൊരു ഗുഹ കണ്ടു. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ കടവാവലുകളാണ് ഉള്ളത്. കണ്ടോ ഉള്ളിലത്തെ ഭാഗം. നമുക്കിത് കൂടെ കയറിയിട്ട് അപ്പുറത്ത് കൂടെ ഇറങ്ങാം. ഇത് വേണ്ട, നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ കയറി പുറത്തേക്ക് ഇറങ്ങി. പണ്ട് ഇവിടെ നരി താമസിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അടിപൊളി പ്ലേസ് കേട്ടോ. ഉൾഭാഗം നോക്കി കിട്ടില്ല. ഉൾഭാഗമായിട്ട് കാണണം നമ്മള്. ഞാൻ ഗുഹയുടെ ഫ്രണ്ടിലാണ്. കണ്ടോ, നമ്മളവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ടേ ജസ്റ്റ് ഒന്നുകൂടി നടന്നു നോക്കാണ്.
ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഗ്രൗണ്ടിൽ കൂടെ അപ്പുറത്തെ സൈഡിലേക്ക് കുറച്ച് നടന്നു പോയി കഴിഞ്ഞാൽ ഇതുപോലെ അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കിടിലൻ വ്യൂ പോയിൻ്റാണ്. ഈ പാറയുടെ മുകളിൽ നിന്നിട്ട് അടിപൊളിയായിട്ട് കാണാം നമുക്ക്. താഴെ ഭാരതപ്പുഴ, അതുപോലെ വെള്ളിയങ്കല്ല് ഓവർ ബ്രിഡ്ജ്, അതൊക്കെ നമുക്ക് കാണാം. നല്ല അടിപൊളി വൈബ് സ്പോട്ടാട്ടോ തൃത്താലത്തെ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകട്ടോ. തിരിച്ച് നമ്മൾ നടന്ന് ഗ്രൗണ്ടിലേക്ക് എത്തി. താഴെ നമ്മുടെ വണ്ടി വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് വണ്ടി എടുത്തിട്ട് തിരിച്ചു പോകണം. നടക്കുമ്പോൾ ക്ഷീണമെന്ന് പറയുന്നില്ല, നല്ല കാറ്റുള്ളതുകൊണ്ട്. ചുറ്റുപാടും നല്ല മലനിരകളും പട്ടാമ്പി, തൃത്താല, കൊപ്പം ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതിന്ന് നോക്കിയാൽ കാണാം. ഈ കുന്നിൻ്റെ മുകളിൽ നോക്കിയാൽ. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ക്രോസ് ചെയ്ത് താഴത്തേക്ക് നമ്മൾ ഒറ്റയടിപ്പാതയിലേക്ക് എത്തി. ഇനി നമ്മൾ ഒറ്റയടിപ്പാത മെല്ലെ നടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മുടെ വായനശാലയുടെ മുമ്പിലെത്തി. ഇനി വായനശാലയുടെ മുമ്പിൽ നിന്ന് താഴേക്ക് കാണുന്ന ഈ കുത്തനെയുള്ള വഴിയുണ്ടല്ലോ, ഇതിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിലേക്ക് എത്താം. മെയിൻ റോഡിൽ നിന്ന് നമുക്ക് വണ്ടി, ബൈക്കൊക്കെ, ടൂ വീലറൊക്കെ കുറച്ച് ദൂരം നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റൂട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്ക് ബൈ ബൈ.